ശരീരത്തിലുണ്ടായ ചെറുതടുപ്പ് സ്തനാർബുദമാണെന്ന് തിരിച്ചറിയുന്നത് 2021 നവംബറിലാണ്. തൊട്ടടുത്ത മാസം ജനറൽ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെ സ്തനങ്ങളിലൊന്ന് നീക്കം ചെയ്തു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി RCCയിലേക്ക്. നീക്കം ചെയ്യപ്പെട്ടത് ശരീരഭാഗം മാത്രമായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടത് അവിടെ നടത്തിയ പരിശോധനയിലാണ്. ശ്വാസകോശത്തിലേക്കും ക്യാൻസർ പടർന്നു കഴിഞ്ഞിരുന്നു. സ്ട്രോങ് ആയതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെ ഇപ്പം ഈ ഒരു അസുഖം വന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഭയപ്പെടണ്ട, പേടിക്കുകയും വേണ്ട. നമുക്ക് ധൈര്യം വേണം. നമ്മൾ പോസിറ്റീവായിട്ട് ആദ്യമേ അതിനെടുക്കാമെങ്കിൽ നമുക്ക് തുടർന്നും പ്രശ്നങ്ങളൊന്നും വരും. പിന്നെ ദൈവത്തിൻ്റെ കൃപ, ദൈവം ഒരാൾ ഉണ്ടായിട്ടല്ലേ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ 2 മക്കൾ കുഞ്ഞു മക്കളാണ്. 2 കുട്ടികൾ. മൂത്തവന് പ്രായം 5. ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തു വരുന്ന ഭർത്താവ്. പരിമിത ജീവിത സൗകര്യങ്ങൾ. പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ തന്നെയായിരുന്നു ചുറ്റും. പക്ഷേ ജ്യോതിലക്ഷ്മി പതറിയില്ല. കുടുംബാംഗങ്ങളും സ്നേഹിതരും അയൽപ്പക്കക്കാരും ഇത്രയേറെ തന്നെ സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കിയ നിമിഷം കൂടിയായിരുന്നു അതെന്ന് അവർ ഓർത്തെടുക്കുന്നു. കീമോതെറാപ്പിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ മുടി പൊഴിഞ്ഞു. കാലിലെ നഖങ്ങൾ കറുത്തു, പിന്നെ പൊടിഞ്ഞു. ശരീരത്തിലേക്ക് 100 കണക്കിന് സൂചികൾ ഒരേ സമയം ആഴ്ന്നിറങ്ങുന്നതിന് സമാനമായ വേദന കടിച്ചമർത്തി കിടന്നു. തനിക്കിത് സംഭവിച്ചല്ലോ എന്നോർത്ത് ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിച്ചില്ലെന്ന് അവർ ഏറെ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. വീട്ടിലാണേലും എൻ്റെ നാത്തൂമാരാണേലും ചേച്ചിമാരൊക്കെ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് എല്ലാവരോടും പറയുന്നത് എനിക്കിങ്ങനൊരു അസുഖമായിരുന്നു എന്ന് പറയുന്നത്. ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു എല്ലാവരോടും. പക്ഷെ അവർക്കൊക്കെ പക്ഷെ അവർക്കൊക്കെ എന്നെ നേരി കണ്ടു കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ അവർ വിളിക്കുമ്പോഴെല്ലാം എല്ലാവരോടും ഞാൻ ചിരിച്ചുകൊണ്ട് പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആങ്ങളമാരാണേലും വിളിച്ചപ്പോൾ അവർക്ക് വിഷമം കൊണ്ട് അവർ കരയുന്നൊക്കെ ഉണ്ട്. ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാ, ഇതേ കണ്ടില്ലേ ഞാൻ ചിരിച്ചോണ്ടല്ലേ കാര്യം പറയുന്നതെന്നൊക്കെ എൻ്റെ മൂത്ത ആങ്ങളോട് ഞാൻ ചോദിച്ചു. കൊഴിഞ്ഞുപോയ മുടിയിഴകൾ ആത്മവിശ്വാസത്തോടൊപ്പം തഴച്ചു വളർന്നു. 2 വർഷം മുൻപായിരുന്നു അവസാന റേഡിയേഷൻ. ഇപ്പോൾ ഹോർമോൺ ചികിത്സയിലാണ്. രോഗം കലശലായിരുന്നപ്പോഴും ജ്യോതിലക്ഷ്മിയിൽ പ്രകടമായിരുന്ന അസാമാന്യ മനക്കരുത്ത് ബന്ധുക്കളെ പോലും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. രോഗാവസ്ഥയെ മനസ്സിന്റെ ആരോഗ്യം കൊണ്ട് അതിജീവിച്ചവർ ഒട്ടനവധി പേരുണ്ട് നമുക്ക് ചുറ്റും. അവരിൽ ഒരാളെ തന്നെ മാറുകയാണ് ജ്യോതിലക്ഷ്മി. സിക്കി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.